പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഞാനിപ്പോ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ ക്ലാസിന്റെ താഴെ, ഒന്ന് രണ്ട് ക്ലാസിന്റെ താഴെ, എനിക്കറിയില്ല അദ്ദേഹം ആരാണെന്ന്, ഒരു സഹോദരൻ ഒന്ന് രണ്ട് പ്രാവശ്യമായി, രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടു. ഇനി ഞാൻ കാണാത്ത സന്ദർഭത്തിൽ എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്ലീസ് എക്സ്പ്ലെയിൻ ഷൂസ് ഓഫ് മൂസ. മൂസയുടെ ഷൂസുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കുമോ എന്ന് ചോദിച്ചിട്ട്, ഞാൻ അവിടെ അൽ ഇസ്സത്ത് വൽ കിബ്റു എന്ന് രണ്ട് സ്ഥലത്തും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാകാഞ്ഞിട്ടായിരിക്കും എന്നാ തോന്നുന്നത്. വീണ്ടും എൻ്റെ സഹോദരൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് മൂസയുടെ രണ്ട് ഷൂ? വടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ. മൂസയുടെ വടി എന്താണ്? അതിലിനി വിശദീകരിക്കേണ്ട ഒന്ന് രണ്ട് സ്ഥലം കൂടി ഉണ്ട്, അത് നമ്മൾ വിശദീകരിക്കും. മൂസയുടെ വടി കൊണ്ട് പിന്നെ പാമ്പായതും ഒക്കെ നമുക്ക് കുറച്ച് വിശദീകരിക്കാനുണ്ട്. സമുദ്രത്തിൽ അടിച്ച് രണ്ട് പിളർന്നതൊക്കെ, അത് ഏത് രണ്ട് സമുദ്രങ്ങളാണ് എന്നുള്ളതൊക്കെ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അതിനിടയിലാണ് നമ്മുടെ ഒരു സഹോദരൻ ഒന്ന് രണ്ട് തവണയായി ചോദിക്കുന്ന മൂസയുടെ ഷൂസുകള്, മൂസയുടെ ചെരുപ്പുകൾ എന്താണ് എന്നുള്ളതൊന്ന് പ്ലീസ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട്, അതിന്റെ ഒരു ചെറിയ വിശദീകരണം നൽകാനാണ് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിന്റെ വൈജ്ഞാനികമായ തലം, അതിന്റെ ആന്തരികമായ തലം ഒന്ന് പരിശോധിക്കാനാണ്. ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ എന്നുള്ളതാണ് അലൈക എന്ന് വന്ന ആ ആയത്ത്. അതാണ്, ഞാൻ നിന്റെ റബ്ബാണ്, അതുകൊണ്ട് നീ നിന്റെ രണ്ട് ചെരുപ്പുകൾ അഴിച്ചു വെക്കുക. നീ വാദിൽ മുഖദ്ദസിലെ ആണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. തുവ, വാദിൽ മുഖദ്ദസി തുവ, അവിടെയാണ് ഇപ്പൊ നീ ഉള്ളത്. അതുകൊണ്ട് നീ നിന്റെ ചെരുപ്പുകൾ അഴിച്ചു വെക്കണം എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന വാദിൽ മുഖദ്ദസി തുവ എന്ന് പറയുന്നത് തൂരി സീനയുടെ ഒരു പ്രത്യേക സ്ഥലത്താണ്. അവിടെയാണ് തൂറുൽ ഐമൻ ഉള്ളത് എന്നുള്ളതൊക്കെയാണ്. തൂറുൽ ഐമനും പിന്നെ വാദിൽ മുഖദ്ദസി തുവയും ഒക്കെ ഒരു മലയുടെ, തൂരിസീന മലയുടെ അടുത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ അടുത്തുള്ള സ്ഥലമായിട്ടൊക്കെയാണ് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറി ചെല്ലണമെങ്കിൽ നീ നിന്റെ രണ്ട് കാലുമുള്ള രണ്ട് ചെരുപ്പുകളും അഴിച്ചു വെക്കണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മുമ്പ് കാലഘട്ടത്തിലൊക്കെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത്. ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷം മുമ്പൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്. അതിനുശേഷം ഒരു 20 വർഷത്തിന്റെ അപ്പുറമൊക്കെ അതെന്താന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോ ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക എന്നുള്ളതാണ്. ഈ നഅല് എന്നുള്ള വാക്ക്, നഅലുണ്ട്, ലഅനുണ്ട്, അലനുണ്ട്, ഐന് ലാമു നൂൻ, ഇതൊക്കെ ഒരേ ഇതിൽ നിന്ന് വേണം. ഖുർആനിലെ അലന എന്നുള്ള വാക്ക് മുസ്ഹഫിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. നേരെ മറിച്ച് ലാന എന്നുള്ളത് വന്നിട്ടുണ്ട്. ലാനഹുമുല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യൂദൂന അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും യൂദൂന, ഉപദ്രവിക്കുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഊദന്, എന്താണ് ഈദ എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് വേറെ വിഷയമാണ്. അപ്പൊ നമ്മളവിടെ ലാന എന്നുള്ള ആ വാക്കും നഅല എന്നുള്ള വാക്കും പിന്നെ അലന എന്നുള്ള വാക്കും, ഇതൊക്കെയാണ് സമാനമായ അക്ഷരങ്ങളിൽ നിന്ന് വന്ന, ഒരേ അക്ഷരങ്ങളിൽ നിന്ന് വന്ന എന്ന അക്ഷരങ്ങളുടെ സ്ഥാനം തെറ്റി വന്ന വാക്കുകളാണ്. ലഅന എന്ന് പറഞ്ഞാൽ അള്ളാഹു ശപിക്കാന്നല്ല. അവര് അജ്ഞതയുടെ കൊടുമുടിയിലേക്ക്, അജ്ഞതയുടെ മഹബൂസിയങ്ങൾ, അജ്ഞതയുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയൊക്കെ പിടുത്തത്തില്, അതിന്റെ ബന്ധനത്തിലായിരിക്കും അവര് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം അവര് അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുള്ള അദാനും മിൻ അല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുള്ള ഉദിനെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നർത്ഥം. അവിടുന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി കിട്ടുന്നതിനെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ലഅനഹുമുല്ലാഹു എന്നാണ് പറയുന്നത്.
കാര്യങ്ങൾ മനസ്സിലായോ? അല്ലാതെ നമ്മുടെ ചില കലിമാത്തുകൾ കൊണ്ട് അവരെ ശാപവാക്കുകൾ ചൊരിയാന്നുള്ള അർത്ഥത്തിനല്ല. നശിച്ചു പോട്ടെ അവര് എന്ന് പറഞ്ഞ് ശപിച്ചു വിടുക എന്നുള്ള അർത്ഥത്തിനല്ല. അപ്പോൾ ലഅന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ അജ്ഞതയുടെയും പകയുടെയും അതുപോലെ തന്നെ നമുക്ക് ഈ യാഥാർത്ഥ്യം കാണാതിരിക്കുന്ന അവസ്ഥയുടെയും ആ ഹബ്സിൽ, ആ ബന്ധനത്തിൽ നമ്മൾ ആയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് നമ്മുടെ ഉള്ളിലെ മളുമൂനായി കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന ഇസ്സത്ത്, കിബർ, ഇതൊക്കെ വെളിപ്പെട്ട് അതിന്റെ മൂർധന്യദശ, അതിന്റെ ഏറ്റവും ടോപ്പായ അവസ്ഥയിൽ നമ്മൾ എത്തലാണ് നമ്മുടെ ലഅനത്ത് എന്ന് പറയുന്നത്. അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇസ്സത്ത്, കിബർ എന്നുള്ളത് അതായത് നമ്മുടെ ഉള്ളില്, അതാണല്ലോ ഷജറത്തുൽ മൽഊനത്താണല്ലോ. ആ ഷജറത്തുൽ മൽഊനത്തിനോട് അടുക്കരുത് എന്നാണ് ആദമിനോട് പറഞ്ഞത്. അത് എന്താണ്? ഒരു മരമാണോ? അതാണ് ഫീമാ ഷജറ ബൈനഹു എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണത്. അത് ഷജറത്തും ത്വയ്യിബത്ത് ഉണ്ടാവും, ഷജറത്തും മൽഊനത്ത് ഉണ്ടാവും, അങ്ങനെ ഷജറത്തു സഖൂം ഉണ്ടാവും. ഓരോ മരങ്ങളും നമ്മുടെ ഓരോ ക്ലാസ് ആയിട്ട് വിശദീകരിക്കുന്നുണ്ട് പിന്നീട്. അതിൽ ഷജറത്തുൽ മൽഊനത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളില് പിന്നെ ഞാൻ ആണ് ഏറ്റവും വലിയത്, എന്റെ അറിവാണ് ശരി, ഞാൻ കണ്ടതല്ലാതെ മറ്റൊന്നും പിന്നെ നിങ്ങൾ കാണാൻ പാടില്ല എന്ന ആ പൈശാചികതയുടെ, ആ ഫിറഔനി ചിന്തയുടെ പ്രാരംഭ തലമാണത്. അതാണ് അത്. പ്രാരംഭമല്ല, അതിന്റെ ടോപ്പിലെത്തുന്ന അവസ്ഥയാണ് ലഅനത്ത്. പ്രാരംഭ ദശയാണ് നഅല് എന്നുള്ളത്. അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ അത് വെളിപ്പെടുന്നതാണെന്ത്? ലഅനത്താകുക എന്ന് പറയുന്നത് അതാണ്. അതാണ് ഒരാളില് അവന്റെ അജ്ഞതയുടെയും അഹന്തയുടെയും പിന്നെ അഹങ്കാരത്തിന്റെയും ഞാൻ എന്ന ഈഗോയുടെയും ഒക്കെ ഏറ്റവും മൂർധന്യമായ, ഏറ്റവും മൂർധന്യ ദശയിൽ ഒരു വ്യക്തി എത്തിപ്പെടുന്നതാണ് അവന് ലഅനത്തിലാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ്. അതിന്റെ പിടുത്തത്തിൽ അവനായിപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ അടുത്ത് ചെല്ലരുത് എന്നാണ് ലാ തഖ്റബ ഹാദി ഷജറത്ത എന്ന് പറയുന്നത്. ആ ഷജറത്ത് മൽഊനത്തായ ഷജറത്താണ്. അതാണ് ആദമിനോട് പറഞ്ഞ നീ ആ ഷജറത്തിനോട് സമീപിക്കരുത്. അതാണ് ഷജറത്തുൽ മൽഊനത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫബി ഇസ്സത്തിക, നിന്റെ ഇസ്സത്ത് ഉപയോഗിച്ച് ഞാൻ അവരെ പിഴപ്പിക്കും എന്ന് പിശാച് പറഞ്ഞത്. അത് അള്ളാഹുവിന്റെ ഗുണാണ് ആ ഇസ്സത്ത്, കിബർ എന്നുള്ളത്. ഇസ്തിക്ബാറൊക്കെ പിന്നെ അസീസ്, പിന്നെ ഇവിടെ ഇസ്സത്ത് ബിൽ ഇസ്മിയാണ്, അജ്ഞതയുടെ ഇസ്സത്താണ് ഇവിടെ പറയുന്നത്. അസീസ് ആവുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇസ്സത്ത് ബിൽ ഇസ്മിയാണ് ഖുർആൻ വിലക്കിയിട്ടുള്ളത്. അഖദത്തുഹുൽ ഇസ്സത്തു ബിൽ ഇസ്മി വൈദാ ഖീല ലഹു തഖില്ലാഹ, നീ അള്ളാഹുവിന്റെ വിഖായത്തിലേക്ക് പോകണം, സംരക്ഷണത്തിലേക്കും അതിൻ്റെലേക്ക് നീ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അഖദത്തുഹുൽ ഇസ്സത്തു, അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല, എനിക്ക് ഞാൻ തന്നെ മതി എന്ന അന ഖൈറും മിൻഹു എന്നുള്ള അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന ആ ഇതിലേക്ക് അവന്റെ ഇസ്സത്തും കിബറും ഉയരുകയാണ് ചെയ്യുന്നത്. അതാണ് അവന്റെ ഷജറത്തുൽ മൽഊനത്ത്. അവന്റെ ഷജറത്തും ത്വയ്യിബത്തും മറ്റൊരു തലമാണ്. അത് വേറെ നമുക്ക് വിശദീകരിക്കും. അപ്പൊ ലഅന എന്ന് പറയുന്നത് അതന്നെ ശപിച്ചു വിടുക എന്നുള്ളത് അർത്ഥത്തല്ല. നമ്മുടെ ഉള്ളിലെ അജ്ഞതയുടെയും കിബറിന്റെയും ഇസ്സത്തിന്റെയും അത് മൂർധന്യ ദശയിലേക്ക്, അതിന്റെ ടോപ്പായ അവസ്ഥയിലേക്ക് അത് വെളിപ്പെടുന്നതാണ് ഒരാൾക്ക് ലഅനത്തിലാകുക എന്ന് പറഞ്ഞത്. കാരണം അവന് അള്ളാഹുവിനെയും റസൂലിനെയും ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായ ഉപദ്രവമല്ല, അവനിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനങ്ങളെ, അവരിൽ നിന്ന്, ഈ റസൂലിൽ നിന്നും അള്ളാഹുവിൽ നിന്നും കിട്ടുന്ന ജ്ഞാനങ്ങളെ, അറിവുകളെ അവര് വെളിപ്പെടുത്തി തരുന്ന, അതാണ് റസൂല് ഉദിനാണെന്ന് പറഞ്ഞത്. ആ റസൂല് വെളിപ്പെടുത്തി തരുന്ന അറിവുകളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറില്ല. നമ്മുടെ ഉള്ളിലെ പൈശാചികതയെ ഉൾക്കൊള്ളാനാണ് നമ്മൾ തയ്യാറാകുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ഈ ഗുണങ്ങളൊക്കെ അതിൻ്റെ ടോപ്പായ അവസ്ഥയിലേക്ക് എത്തുന്നത്.
അതുകൊണ്ടാണ് അവർക്ക് ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ എന്ന് പറയുന്നത്. അവരെ വിജ്ഞാനത്തിന്റെ 2 തലങ്ങളിലും അവർക്ക് പിന്നെ ഇതാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി അതിന്റെ ആത്യന്തികമായി ഇനി അവര് ഒരു അദാബിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്ന്. അതാണ് വലഹും അദാബും മുഹീന എന്ന്. അത് വേറെ വിഷയമായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഒരു സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അലന എന്ന് നമ്മൾ പറഞ്ഞ എന്താ എഴലാൻ എന്ന് പറഞ്ഞ, ഇപ്പൊ ലാന നമ്മൾ പറഞ്ഞു. എന്താ എഴലാൻ എന്ന് പറഞ്ഞാല്? എഴലാൻ എന്ന് പറഞ്ഞാൽ നോട്ടീസ് എന്നാണ്. എഴലാൻ എന്ന് പറഞ്ഞാൽ നോട്ടീസാണ്. അലന എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. നോട്ടീസ് നമ്മള് ഒരു നോട്ടീസ് പതിക്കുക എപ്പോഴാണ്? നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ടീസ് ഇടുക. അതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പിന്നെ മളുമൂനായ നമ്മുടെ ഉള്ളിൽ പിന്നെ കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയെ പുറത്തേക്ക് കൊണ്ടുവരലാണ് ഈ ലാന് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അല്ല, അലന ലാന എന്ന് പറഞ്ഞാൽ അപ്പൊ അതാണ് അതിന്റെ അവസ്ഥ. നമ്മൾ ഒന്നുകൂടി തിരുത്തി ഞാൻ പറയാം. അലന ലാന എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഉള്ളിൽ ഒരു മളുമൂനുണ്ട്, ഒരു സംഗതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ സംഗതിയെ മറ്റുള്ളവരെ അറിയിക്കാനും വേണ്ടി അതിനെ പുറത്തേക്ക് വെളിപ്പെടുത്തി കൊണ്ടുവരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോട്ടീസ് ചെയ്യാന്ന് പറയുന്നത് അലന ചെയ്യാന്നാണ്, അത് എഴുലാൻ ചെയ്യാന്നാണ്. നമുക്ക് പലപ്പോഴും നോട്ടീസ് ബോർഡിൽ ഞങ്ങള് സ്കൂളിൽ കുട്ടികളെ അറിയിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടീസ് ബോർഡിലിടും. അതെന്താണെന്ന് പറഞ്ഞാൽ അവരെ അറിയിക്കാനുള്ള ചില കാര്യങ്ങളാണത്. എന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ഇസ്സത്തും കിബറും ജഹലും അജ്ഞതയും എല്ലാം വെളിപ്പെട്ട് അതിന്റെ മൂർധന്യ ദശയിൽ അതിന്റെ ടോപ്പായ അവസ്ഥയിൽ എത്തലാണ് അവന്റെ ലഅന് എന്ന് പറയുന്നത്. ആ 2 ചെരുപ്പുകളാണ് ഇസ്സത്ത് കിബർ എന്ന് പറയുന്ന 2 ചെരുപ്പുകളാണ് മൂസയോട് നീ ഇപ്പൊ വാദിൽ മുഖദ്ദസിലാണ് എത്തിയിട്ടുള്ളത്, വാദിൽ ഐമനിലാണ്, അതുപോലെ തന്നെ തൂറുൽ ഐമനിലാണ്. നിന്റെ തൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മലയല്ല എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. തൗറാണ്, ഒരു മനുഷ്യന്റെ വൈജ്ഞാനികമായ ഡെവലപ്മെന്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒക്കത് ഹലക്കും അത്തുവാറ എന്ന് പറയുന്നത്. തുരിസീന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സീന് പിന്നെ ഈന്, അത് 2 സീ നീന. ആദ്യം സീന് പിന്നെ ഈന, ഒരു യാവും ന്യൂനും കൂടി സീനീൻ. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സീനും ന്യൂനിൽ നിന്നുള്ള മനുഷ്യന്റെ അതിലൂടെയുള്ള അവന്റെ അള്ളാഹുവിന്റെ തെസ്നീന് സുന്നത്തുകളിലൂടെയുള്ള ഒരു മനുഷ്യൻ വൈജ്ഞാനികമായി പുരോഗതിയിലേക്കും ഉയർച്ചയിലേക്കും മനുഷ്യൻ അവന്റെ തത്തവൂറാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവന്റെ തൂറ്. അവന്റെ തഖദ്ദുമും തത്തവൂറും അവന്റെ ഇർത്തിഫാവുമാണ്, അവന്റെ നുമുവും ഒക്കെയാണ്. അതൊക്കെ പര്യായ പദങ്ങൾ, ഓരോ സമാനമായ അർത്ഥങ്ങളുള്ള പദങ്ങളാണ്. നുമുവ് വളർച്ച, ഇർത്തികാവ് ഉയർച്ച, തത്തവൂർ പുരോഗതി. ഇങ്ങനെ ഇതിന്റെ ഈ തത്തവൂറാണ് ഒരു മനുഷ്യന്റെ തൂർ എന്ന് പറയുന്നത്. അതാണ് തൂറുൽ ഐമൻ. അവിടേക്ക് എത്തുമ്പോഴാണ് അവന് അമ്നും അമാനും കിട്ടുന്നത്, ഈമാനും കിട്ടുന്നത്. അതാണ് തൂറുൽ ഐമന്. അവിടെ മുഖദ്ദസാണ്. അവിടെ വ്യാജങ്ങളോ കളവുകളോ പിന്നെ തെറ്റായ അറിവുകളോ ഒന്നും ഇല്ലാത്ത ഇടത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ. അത് തവയാണ്. അവിടെ പിന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ ഇത്. അതാണ് തൊയ്യ നൂന് എന്ന് ഞാൻ പറഞ്ഞത്, തീന്. അവിടുന്നാണ്, ഈ തീനിൽ നിന്നാണ് ഈസ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ഈ ഇൻസാനിയത്തിന്റെ നൂന് കണ്ടെത്തിയിട്ടാണ്. അതാണ് തീൻ എന്ന് പറയുന്നത്. മണ്ണ് എന്നുള്ള അർത്ഥത്തിനല്ല, തൊയ്യ നൂനാണത്. അവിടെ ഇവന്റെ ഇൻസാനിയത്ത് ഒളിഞ്ഞു കിടക്കാണ്. അതിനെ അവൻ പുറത്തെടുത്ത് അവനെ വിജ്ഞാനത്തിന്റെ ആകാശങ്ങളിലേക്ക് അവനെ ഒരു പക്ഷിയായിട്ട് അവന്റെ മനസ്സിനെ പറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് മണ്ണുകൊണ്ട് കുഴച്ച്, മണ്ണുകൊണ്ട് ഒരു പക്ഷിയുടെ രൂപം കുഴച്ചുണ്ടാക്കിയിട്ട് അതിൽ ഊതുമ്പോൾ അത് പക്ഷിയായി പറക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ അതിനൊന്നും എതിരൊന്നും അല്ല. അവരെ കുറിച്ച് പിഴച്ചവരെന്നോ വഴിപിഴച്ചവരെന്നോ നരകത്തിന്റെ അവകാശികളൊന്നും വിധി എഴുതാൻ നമ്മളാളല്ല. കാരണം അതിന്റെ ഉത്തരവാദിത്വമൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ആരും. ഒരു മനുഷ്യനെയും നമ്മുടെ ഒരു സഹജീവിയെയും പിന്നെ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ
അവര് വഴിപിഴച്ചവരാണെന്നോ വിധി പറയാൻ നിയോഗിക്കപ്പെട്ടവരല്ല നമ്മൾ. നമ്മുടെ നിയോഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ആന്തരികമായ, ഇതിൽ അടങ്ങിയിരിക്കുന്ന ആ ആന്തരികമായ പിന്നെ വൈജ്ഞാനികമായ തലങ്ങൾ നിനക്ക് തുറന്നു കിട്ടിയ ഈ അറിവുകൾ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതേ നമ്മുടെ ബാധ്യതയുള്ളൂ. വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. അപ്പോൾ നമ്മുടെ രണ്ട് ഞായലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഇസ്സത്ത്, കിബർ എന്ന് പറയുന്ന രണ്ട് ചെരുപ്പുകളാണത്. അതിനെയാണ് വാതിൽ മുഖദ്ദസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഊരി വെക്കണം എന്നാ. കാരണം ഇനി ഇവിടുന്ന് കിട്ടാണ് ഇനി നമുക്ക് പുറത്തേക്ക് വരാനുള്ളത്. ഈ വാതിൽ മുഖദ്ദസിൽ നിന്നിലൂടെയാണ് നമുക്ക് ഇനി ഖുറൂജ് ആകാനുള്ളത്. അവിടെ തഖ്ദീസാണത്, മുഖദ്ദസാണത്. അവിടുന്ന് വ്യാജങ്ങൾ വരാത്ത നമ്മുടെ തലച്ചോറിന്റെയും ചിന്തയുടെയും താഴ്വരയാണത്. അതാണ് വാദി. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ ഒരു തലച്ചോറിന്റെ ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഭാഷയിലോ ഉള്ള ഒരു തലച്ചോറിന്റെ ചിത്രം പിന്നെ നിങ്ങൾ എടുത്തു വെക്കുക. അത് ചിത്രമായാലും കുട്ടികളെ പഠിപ്പിക്കുന്നതാ. പിന്നെ സുവോളജി പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തലച്ചോറിന്റെ ഓരോ ഭാഗത്തെയും പേരെഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ വാലീസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷില്, താഴ്വരാന്ന്. അതാണ് ഒക്കൊല്ലും ഫി വാദിൻ യഹീമുൻ. എല്ലാ വാദികളിലൂടെയും അലഞ്ഞ് നടക്കുകയാണ് അവൻ. വാതിൽ മുഖദ്ദസിലേക്ക് മാത്രം എത്തണില്ല. ഈ മൂസ വാതിൽ മുഖദ്ദസിലേക്ക് എത്തിയപ്പോഴാണ് പറയണത്, ഞാനാണ് ഇനി നിന്നെ വളർത്തുന്നത്, നിന്നെ തെർബിയത്ത് ചെയ്ത് കൊണ്ടുവരുന്ന ആള് ഞാനാണ്. അതുകൊണ്ട് ഞാൻ അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയുന്ന ആ ഇസ്സത്തിന്റെയും കിബറിന്റെയും രണ്ട് ചെരുപ്പുകൾ നീ അഴിച്ചു വെച്ചുകൊണ്ട് കയറി വരിക എന്ന് പറയുന്നത് അതാണ്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാൻ. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഞാൻ ചെറിയ ചെറിയ ക്ലാസ്സുകളാക്കാനാണ്, കുറച്ച് ക്ലാസ്സുകൾ അങ്ങനെ ഇരിക്കട്ടെ എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ നമ്മൾ ഓരോരോ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്ന് സംസാരിക്കുന്നത്. അപ്പൊ നഅല്, ലഅന്, അലന് ഈ മൂന്നാണ്. ഇഅ്ലാന് നോട്ടീസ്, ലഅന് നമ്മുടെ ഉള്ളിലുള്ള കിബറും ഇസ്സത്തിന്റെയും വെളിപ്പെട്ട് അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് അത് എത്തിപ്പെടുക. അതിന്റെ ഏറ്റവും താഴ്ന്ന തലമാണ് നഅല്, അതാണല്ലോ ചെരുപ്പ് എന്ന് പറയുന്നത്. അത് ഇവിടുന്ന് തന്നെ ഊരി വെച്ചള, ഇനി അതിനെ വളർത്തി കൊണ്ടുവരാൻ നിൽക്കണ്ട, നീ വാതിൽ മുഖദ്ദസിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് പറയുന്ന അതാണ്. അതുകൊണ്ട് അത് അഴിച്ചു വെക്കാനാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. സലാം.